വെൽക്കം ടു സ്റ്റഡി മെറ്റീരിയൽസ് ഗ്രൂപ്പ് ചാനൽ. സെക്കൻഡ് സ്റ്റാൻഡേർഡ് ദുറൂസ് എക്സാം സ്പെഷ്യലാണിപ്പോൾ നടക്കുന്നത്. ഇതിൽ പറയുന്നത് സൃഷ്ടിച്ചു. എന്നുള്ളൊരു അക്ഷരം തരികയാണെങ്കിൽ അതിനെ കൊണ്ട് നമ്മൾ വേർഡ് ഉണ്ടാക്കണം. സൃഷ്ടിച്ചു. സ്ഥലം നിശ്ചയിച്ചു. സന്താനങ്ങൾ കണ്ടു. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ്? ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആദം നബി അലൈഹി സ്വലാമാണ്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആദം നബി അലൈഹി സ്വലാമാണ്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആദം നബി അലൈഹി സ്വലാമാണ്. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? കളിമണ്ണിൽ നിന്ന്. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? കളിമണ്ണിൽ നിന്നാണ്. ഏത് വസ്തു കൊണ്ടാണ് അള്ളാഹു താല ഇബിലീസിനെ സൃഷ്ടിച്ചത്? തീ കൊണ്ട്. ഇബിലീസിനെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. ആരാണ് മനുഷ്യപിതാവ്? ആദം നബി അലൈഹി സ്വലാം. മനുഷ്യപിതാവ് ആദം നബി അലൈഹി സ്വലാം. ഹവ്വാ ബീവി അള്ളാഹു താല സൃഷ്ടിച്ചത് എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. ഹവ്വാ ബീവി ആരാണ്? ആദം നബിയുടെ ഭാര്യയാണ്, ഇണയാണ്. സ്വർഗത്തിൽ വെച്ചാണ് സൃഷ്ടിച്ചത്. ആദം നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു താല കൽപ്പിച്ചത് എന്തിന്? ആദം നബിക്ക് എല്ലാ വസ്തുക്കളെക്കുറിച്ചും അറിയുന്നത് കൊണ്ട് ബഹുമാനിക്കാൻ വേണ്ടിയാണ്. ആദം നബിയെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത്. സുജൂദ് എന്നതിൽ നിന്ന് ഇബിലീസിനെ തടഞ്ഞത് എന്താണ്? ഇബിലീസിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഇബിലീസ് അത് ചെയ്യാതിരുന്നത്. ഇബിലീസിൻ്റെ അഹങ്കാരം. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബിലീസ് എന്ത് പറഞ്ഞു? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യുകയില്ലെന്ന് പറഞ്ഞു. അള്ളാഹു തആല ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിന്? ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തത് കൊണ്ട്. ഓക്കെ, ഇത്രയാണ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണ് ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ അന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ്. അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമിൽപ്പെട്ടവനാണ്. ഓക്കെ, ഞാൻ മുസ്ലിമാണ്. മുസ്ലിമായതിനാൽ ഞാൻ അഭിമാനിക്കുന്നു. ഇസ്ലാമാണ് എൻ്റെ മതം. ഇസ്ലാമാണ് എൻ്റെ മതം. ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അല്ലാഹു തആലയാണ് എൻ്റെ ഇലാഹ്. ഞാൻ അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അല്ലാഹു തആലയുടെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയുടെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു തആലയുടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾ ഞാൻ അനുസരിക്കും. അല്ലാഹു തആലയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിധിവിലക്കുകൾ ഞാൻ അനുസരിക്കും. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. പണ്ഡിതന്മാരെയും മുതിർന്നവരെയും ഞാൻ ആദരിക്കും. ഞാൻ എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവനായിരിക്കും. ഞാൻ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കും. ആരെ സഹായിക്കും? പ്രയാസം അനുഭവിക്കുന്നവരെ ഞാൻ സഹായിക്കും. ആരോടൊക്കെ കരുണയുള്ളവരായിരിക്കും? എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവരായിരിക്കും. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ത്യ. എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെയും മനുഷ്യരുടെയും പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അനീതിയും അക്രമവും ഞാൻ അംഗീകരിക്കുകയില്ല. ഞാൻ അനീതിയും അക്രമവും ഒരിക്കലും അംഗീകരിക്കുകയില്ല. ഞാൻ പ്രകൃതി സൗഹൃദ ജീവിതം നയിക്കും. ഞാൻ ലോക സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കും. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നിശ്ചയം അള്ളാഹുവിൻ്റെ മതം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ മതം അൽ ഇസ്ലാമു, അത് ഇസ്ലാമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. രണ്ടാമത്തെ പാഠം ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ആറാമത്തെ പാഠം ആരെയെല്ലാം നാം ബഹുമാനിക്കും? മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും. പിന്നെ പണ്ഡിതന്മാരെയും മുതിർന്നവരെയും. 4 എഴുതണം. മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും പണ്ഡിതന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ രാജ്യം ഏത്? ഇന്ത്യ.
കരുണ കാണിക്കണം. ആരോട്? എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം. എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം. ഞാൻ മുസ്ലിമാണ്, അതിൻ്റെ മേലുള്ളത് ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്. എൻ്റെ മതം ഇസ്ലാമാണ്, എൻ്റെ മതം ഇസ്ലാമാണ്. എൻ്റെ ഇലാഹ് അള്ളാഹുവാണ്, എൻ്റെ ഇലാഹ് അള്ളാഹുവാണ്. എൻ്റെ നബി അള്ളാഹുവാണ്, എൻ്റെ നബി മുഹമ്മദ് നബിയാണ്, എൻ്റെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എൻ്റെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. അനീതിയും അക്രമവും ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല, അനീതിയും അക്രമവും ഞാൻ അംഗീകരിക്കുകയില്ല, അനീതിയും അക്രമവും ഞാൻ അംഗീകരിക്കുകയില്ല. ഇത് ഞാൻ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് മൈൻഡിൽ സെറ്റാവും. അത്രയേ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. വൈൻഡപ്പ് ചെയ്യണം.